ഹായ് ഫ്രണ്ട്സ്, സിബിൻ്റെ കമ്പനിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ചെറിയുള്ളി വയ്ക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് നമ്മൾ വെളുത്തുള്ളി ചെറിയുള്ളികളൊക്കെ നമുക്ക് അത്യാവശ്യം വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ പുതിയ ചാനൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നേരെ നമുക്ക് ഫ്രണ്ട്സ് ഇതുണ്ട്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ സമയത്ത് കുറച്ചെല്ലാം എടുക്കാണ്ട് വെച്ച സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ മുള വന്ന് നിൽക്കുന്ന നല്ല അത്യാവശ്യം നല്ല ബലപുഷ്ടിയായിട്ടുള്ളൊരു ചെറിയുള്ളിയാണ്. അത് നല്ല തടമ്പൊക്കെയുള്ളതാണ് കേട്ടോ. ഏകദേശം എന്താണ് 3-4-5 ഇങ്ങനെ മുടമ്പായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് വന്നിട്ട് ഇപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് മണ്ണിൽ നമ്മൾ ചാണകപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിനോടൊപ്പം ജൈവവളം കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് വരും. ഇപ്പോൾ എൻ്റെ ജൈവവളം ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടിയും നമ്മുടെ മണ്ണും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വയ്ക്കുന്നതാണ് വീഡിയോ. ഫുള്ളായി സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കാര്യമായിട്ട് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. നമുക്ക് മണ്ണിൽ ചാണകപ്പൊടി നട്ടു കൊടുക്കാം. കറക്റ്റായിട്ട് ഒരു 2 പിടി ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് മണ്ണിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നടുന്ന സമയത്ത് അവിടെ കുറച്ച് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചാരവും കൂടി വേണം. അപ്പോൾ നമുക്ക് ചെറിയുള്ളിക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടുള്ളൂ. പിഴുക്കിടെ എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ ചാരം വേണം. നമുക്ക് ചാരം കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരു കരണ്ടി ചാരം കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ചെറിയ നനവുള്ളൊരു ചാരമാണ് കേട്ടോ. അപ്പോൾ കൂടുതലായി കഴിഞ്ഞാലും ചിലപ്പോൾ നമ്മുടെ ഉള്ളി ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇട്ടിട്ടുള്ളൂ. അതിപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഗ്രോ ബാഗിലേക്ക് കറക്റ്റായിട്ട് ഏകദേശം ഇത്ര ലെവലൊക്കെ മണ്ണുള്ളൂ. ഈ മണ്ണാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല പൊരിഞ്ഞ മണ്ണാണ്. അപ്പോൾ നമുക്കിതിനകത്ത് ചാരവും ചാണകപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിവളമായിട്ട്. ഇനിയിപ്പോൾ ഉള്ളി അത്യാവശ്യം വലുതായി ഒരുവിധം പിടിച്ച് കിട്ടി ഒരുവിധം ആകുമ്പോഴേക്ക് ഒരു മാസത്തിന് ശേഷം ഇനിയൊരു വളം കൂടി കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് അപ്ഡേഷൻ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ചാനലിൽ. അത്യാവശ്യം നല്ല ഗ്രോത്തായി വന്നാൽ നമുക്ക് അടിയിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിയിൽ ഇതേപോലെ മണ്ണ് നിരത്തിയ ശേഷം നമ്മൾ കുറച്ച് പച്ചല ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചലയോ അല്ലെങ്കിൽ ഉണക്കലയോ ഇട്ടാലും മതി കേട്ടോ. ഇല്ല, നമ്മളിപ്പോൾ പച്ചലയുള്ളത് ഇത്തിരി അത്യാവശ്യം ഉണങ്ങിയ ഇലകളുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ സമയത്ത് നന്നായി വേരിറങ്ങി ഗ്രോത്തായിട്ട് വളരെ സഹായിക്കുന്നതാണ് ഈ ഇലകൾ. തണ്ടൊന്നും വേണ്ട, ഇല മാത്രം മതി. ഇലയിട്ട ശേഷം ഇനി അതിൻ്റെ മേലെ നമുക്ക് മണ്ണിടാം. ഇടയിലായിട്ട് കുറച്ച് ചാണകപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളത്തിൻ്റെ പോരായ്മയില്ലാണ്ടിരിക്കണം. അപ്പോൾ ഒന്നും നമുക്ക് വന്നിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ചെറുതായി മണ്ണെടുത്ത് കൊടുക്കുന്നത് കേട്ടോ. മണ്ണെടുത്ത് കൊടുത്തിട്ട് നമ്മുടെ ചെറിയുള്ളി ഏകദേശം ഇങ്ങനെ പൊക്കി വയ്ക്കുന്നുണ്ട്. നമ്മുടെ മുള മണ്ണ് മൂടരുത്, അതുപോലെ വയ്ക്കുക. അപ്പോൾ നമ്മുടെ അടിയിലൊക്കെ അത്യാവശ്യം ചാണകപ്പൊടിയും നമ്മുടെ മണ്ണിൽ ചാരത്തിൻ്റെയും അടിയിൽ ഓൾറെഡി നമ്മുടെ കരിയിലയും പച്ചലയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ ചെറിയുള്ളി നന്നായി തഴച്ച് വളരാനുള്ള വളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു 25 ദിവസം കഴിഞ്ഞിട്ട് ഒരു അടിവളം കൂടി കൊടുക്കുക. അപ്പോൾ ജൈവവളമായിട്ട് നമുക്ക് ആട്ടുംകാട്ടം, എല്ലും പൊടി, അത്യാവശ്യം ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്കം എല്ലാം കൂടെ കൊടുത്തിട്ടുള്ള മിശ്രിതം കൂടെ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നമ്മൾ ഏകദേശം ഒരു 1/2 കിലോ 3 കിലോളം നല്ല ഗ്രോത്ത് ആയിട്ട് ചിമ്പ പൊട്ടി വരാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് പുതിയതായിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണാം തീർച്ചയായും. ഓക്കെ.